ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോൻപിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പ് ദിനങ്ങൾ പലപ്പോഴും ഒരു പുതുക്കത്തിൻ്റെ അനുഭവം നമ്മൾ പകർന്നു നൽകാറുമുണ്ട്. അപ്രകാരമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ. 1 പത്രോസ് 1-13 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ. ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് വീണ്ടും ജനിക്കുവാൻ കാരണമായതെന്നും ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ദൈവത്തിൻ്റെ ഭാവി കൃപയിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും സ്ഥാപിക്കുന്നതിൽ നാം മാനസികമായി ഏർപ്പെടണം. നമുക്ക് നന്നായി അറിയുന്നതിന് മുൻപ് നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രേരിപ്പിച്ച ദുരാഗ്രഹങ്ങളെ നിരസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ആളുകളായി പ്രവർത്തിക്കുവാൻ നാം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഈ ഒരു വേദഭാഗത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഈ വേദഭാഗങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി വിശുദ്ധിയിലേക്കുള്ള വിളി. അതിൻ്റെ 13-ാം വാക്യം തുടക്കം ഇങ്ങനെയാണ്. ആഖയാൽ എന്ന വാക്കിൽ ഈ വാക്യം ആരംഭിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ വിശ്വാസികൾക്ക് ആവശ്യമായ കടമകൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 13-ാം വാക്യത്തിൽ നിങ്ങളുടെ മനസ്സുകളെ ഉറപ്പിക്കുവാൻ പറയുകയാണ്. കൂടാതെ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവാൻ പത്രോസ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ ലൗകിക ചിന്തകളാൽ മയങ്ങാതെ ആത്മനിയന്ത്രണവും മനസ്സിൻ്റെ വ്യക്തതയും വളർത്തിയെടുക്കുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു വിശ്വാസികൾ ദൈവകൃപയിൽ വിശ്രമിക്കേണ്ടവരാണ്. ഒരിക്കലും ലോകം ആകുന്ന ലൗകികതയിൽ, ലോകത്തിൻ്റെ ലൗകിക മോഹങ്ങളിൽ അകപ്പെട്ടു പോകുവാനല്ല, പിന്നെയോ ദൈവമാകുന്ന പാറമേൽ ഉറച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ ആ പാറമേൽ ഉറപ്പിക്കുവാൻ പത്രോസ് അപ്പോസ്തലൻ ഈ വേദഭാഗങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമതായി വിശുദ്ധിയുടെ കാരണം എന്ത് എന്നുള്ളതാണ്. 1-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധിയുടെ കാരണങ്ങൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. വിശ്വാസികൾ വിശുദ്ധരായിരിക്കേണ്ടതിന് നിരവധി കാരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒന്നാമതായി വിശ്വാസികൾ സ്വയവേ വിശുദ്ധനായ പിതാവിനെ വിളിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന് പത്രോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വാക്യത്തിൽ ഭയം എന്നത് ഉത്കണ്ഠ, വിറയൽ എന്ന അർത്ഥത്തിൽ അല്ല, മറിച്ച് ബഹുമാനത്തെക്കുറിച്ചാണ്. ഒരു ബഹുമാന സൂചകമായാണ് ഇവിടെ ഭയം എന്ന വാക്കിനെ അർത്ഥമാക്കിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ സദൃശവാക്യം 1:7 ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തിയോ ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. കർത്താവിനെ ഭയപ്പെടുന്നത് ഒരു ജ്ഞാനത്തിൻ്റെ തുടക്കമായാണ് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അതൊരു പ്രായോഗിക വിശുദ്ധിയാണ്. വിശ്വാസികൾ വിശുദ്ധി സ്വീകരിക്കേണ്ടതിന് മറ്റൊരു കാരണം ക്രിസ്തു നമ്മെ വിശുദ്ധരാക്കി വീണ്ടെടുത്തു എന്നുള്ളതാണ്. 1:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത് പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളും കൊണ്ടല്ല, ദൈവത്തിൻ്റെ കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പൊന്നും വെള്ളിയും എല്ലാം അഴിഞ്ഞു പോകുന്ന വസ്തുക്കളുമല്ല, പിന്നെയോ ക്രിസ്തുവാകുന്ന രക്തത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് നമ്മെ എല്ലാം വിശുദ്ധീകരിക്കുന്നത്. അങ്ങനെയുള്ള നാം വിശുദ്ധരായി തീരുവാൻ ക്രിസ്തു നമ്മളെ വിളിച്ചു വേർതിരിച്ചു എന്നുള്ളതാണ് പത്രോസ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി വിശുദ്ധിയുടെ പ്രകടനം എങ്ങനെയാണ്? വിശുദ്ധിയുടെ പ്രാഥമിക പ്രകടനങ്ങളിൽ ഒന്ന് വിശ്വാസികൾ ശുദ്ധമായ ഹൃദയത്തോടെ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും സാധിക്കും എന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധിയുടെ ഹൃദയമുള്ളവരായി തീരുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വിശ്വാസികളാകുന്ന നാം എപ്പോഴും വിശുദ്ധി പ്രകടിപ്പിക്കുന്നവരായി തീരണം. കളങ്കമില്ലാത്ത ഹൃദയങ്ങളായി തീരണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരുടെ പ്രയാസങ്ങളെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ വലിയ നോമ്പിൻ്റെ നാളുകൾ ഞങ്ങൾ വിശുദ്ധിയുള്ളവരായി മറ്റുള്ളവർക്ക് ഞങ്ങളുടെ വിശ്വാസ ജീവിതങ്ങളെ തുറന്നു കാട്ടുവാനും
വിശ്വാസ ജീവിത പാതയിലൂടെ കടന്നു പോകുവാൻ സാധിക്കുമാറാകണമേ. ആമേൻ.